SDPI ഓഫീസുകളിൽ രാജ്യവ്യാപക റെയ്ഡ് നടക്കുന്നതിനെ സംബന്ധിച്ച് തിരുവനന്തപുരത്തും മലപ്പുറത്തും പ്രതിഷേധം. റെയ്ഡ് നടക്കുന്ന ഓഫീസുകൾക്ക് മുൻപിൽ മുദ്രാവാക്യം വിളിച്ച് പ്രവർത്തകർ പ്രതിഷേധിച്ചു. മലപ്പുറം ഓഫീസിലെ റെയ്ഡ് പൂർത്തിയാക്കി ഇഡി മടങ്ങി. ഹാർഡ് ഡിസ്ക്, ഓഫീസ് മൊബൈൽ ഫോൺ, രസീത് ബുക്കുകൾ, ലഘുരേഖകൾ തുടങ്ങിയവ പിടിച്ചെടുത്തു. റെയ്ഡിന് കാരണം പാർട്ടിയുടെ രാജ്യവ്യാപക വഖഫ് പ്രതിഷേധമെന്ന് SDPI നേതാക്കൾ പറഞ്ഞു. ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്താൻ വിദേശത്തു നിന്ന് പണം ശേഖരിച്ചുവെന്നാണ് ഇഡിയുടെ ആരോപണം. SDPIയുടെ സാമ്പത്തിക ഇടപാടുകൾ നിയന്ത്രിച്ചത് പോപ്പുലർ ഫ്രണ്ട് ആണ് എന്നും ഇഡി നേരത്തെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നു. SDPI ദേശീയ അധ്യക്ഷൻ MK ഫൈസിയെ ഇഡി നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. നമുക്കറിയാം, ഇന്ത്യ രാജ്യത്ത് ഇപ്പോൾ വഖഫ് നിയമത്തിനെതിരെ ഒരു ശക്തമായ നിയമം ഭരണഘടനാ വിരുദ്ധമായി BJP കൊണ്ടുവരുന്നു. അത് പാർലമെന്റിൽ പാസ്സാക്കിയെടുക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നു, പാസ്സാക്കിയെടുക്കുന്നു. അപ്പോൾ ഇതിനെതിരെ ഇന്ത്യയിൽ ശക്തമായ പ്രതിഷേധം നടത്തുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം SDP തന്നെയാണ്. കേരളത്തിലെ 2 സംസ്ഥാനങ്ങളിൽ ശക്തമായ ജനലക്ഷങ്ങൾ പങ്കെടുത്തുകൊണ്ടുള്ള വഖഫ് സമ്മേളനങ്ങൾ സംഘടിപ്പിക്കപ്പെട്ടു. തമിഴ്നാട്ടിലും കർണാടകയിലും കൽക്കട്ടയിലും അടക്കമുള്ള ബീഹാറിലും അടക്കമുള്ള വിവിധ സംസ്ഥാനങ്ങളിൽ ശക്തമായ ജനലക്ഷങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള സമ്മേളനങ്ങൾ നടന്നു. അപ്പോൾ ഇവരുടെ രാഷ്ട്രീയമായ അജണ്ടകൾക്ക് ഇന്ത്യ രാജ്യത്ത് ഫാസിസ്റ്റുകളുടെ RSSന്റെ BJPയുടെ രാജ്യത്ത് ഭരണഘടനാ വിരുദ്ധമായ അജണ്ടകൾക്കൊരു തടസ്സം SDP ആണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് SDP-യുടെ ദേശീയ പ്രസിഡന്റിനെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇഡി രേഖപ്പെടുത്തപ്പെട്ട ഒരു കേസിന്റെ പേരിൽ അതിൽ പ്രതികൾ ചേർക്കപ്പെട്ടു എന്ന് ഇഡി തന്നെ പറയുന്ന പലർക്കും ജാമ്യം കിട്ടി പുറത്താണുള്ളത്. ഇതിൽ പലരും പുറത്തായിട്ടുള്ള 2 വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കേസിനെ ഇപ്പോൾ പൊടിതട്ടിയെടുത്ത് ഈ വഖഫ് സംരക്ഷണ സമ്മേളനങ്ങളും വഖഫിനെതിരെയുള്ള ജനമുന്നേറ്റങ്ങളും പ്രക്ഷോഭങ്ങളിലുമുള്ള ഈ രാഷ്ട്രീയ പകപോക്കലിൻ്റെ ഭാഗമായി ദേശീയ പ്രസിഡന്റിനെ അന്യായമായി അറസ്റ്റ് ചെയ്തു. അന്യായമായി കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തതിന് രാജ്യവ്യാപകമായി പ്രതിഷേധം നടത്തി. അവിടെയും തീരാതെ, ആ പകപോക്കൽ രാഷ്ട്രീയം തീരാതെ ഇപ്പോൾ എന്ത് ചെയ്യുന്നു? വളരെ പ്രധാനപ്പെട്ട 14 ഓഫീസുകളിൽ റെയ്ഡ് നടത്തുകയാണ്. റെയ്ഡിൽ എന്ത് കണ്ടെത്തി എന്നുള്ളത് അവർ പറയില്ല. പക്ഷെ റെയ്ഡ് നടത്തി ഭീതിപ്പെടുത്തി ഇവിടെ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ച് ഈ രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും പിന്നോക്കക്കാരെയും രാജ്യത്തെ അടിസ്ഥാന ജനവിഭാഗങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു മുന്നേറ്റത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിക്കുന്നത്. ഞങ്ങൾ പറയുന്നു, റെയ്ഡ് കൊണ്ടോ അതല്ലെങ്കിൽ അറസ്റ്റ് കൊണ്ടോ അല്ലെങ്കിൽ എന്തുകൊണ്ടും BJPയുടെ RSSന്റെ EDയുടെ ഉമ്മാക്കിന് മുമ്പിൽ ഭയപ്പെട്ട് പിന്നാറുന്ന ഒരു പ്രസ്ഥാനമല്ലേ SDP. അങ്ങനെ ഭയപ്പെട്ട് മാറണമായിരുന്നുവെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ 2 വർഷങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ പ്രഥമ ദേശീയ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടു. ഇതിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ അടക്കമുള്ളവരെ അറസ്റ്റ് ചെയ്തു. അന്നും രാഷ്ട്രീയ പകപോക്കലിൻ്റെ പേരിലാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. ഇവർ അറസ്റ്റ് ചെയ്യുമ്പോഴും റെയ്ഡ് നടത്തുമ്പോഴും രാഷ്ട്രീയ പകപോക്കൽ നടത്തുമ്പോഴും രാജ്യത്തെ SDP ഒന്നിനൊന്നിന് മെച്ചപ്പെട്ടു വരികയും ശക്തിപ്പെട്ടു വരികയും ജനകീയ അടിത്തറ ഉണ്ടാവുകയുമാണ് ചെയ്യുന്നത്. അന്ന് നിങ്ങൾക്കറിയാം, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പുലിപ്പാറ നടന്ന തെരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ BJPയും അതുപോലെ തന്നെ CPMും ഇടതുപക്ഷവും എല്ലാം സഖ്യകക്ഷികളായി മത്സരിച്ചിട്ടും ശക്തമായ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ 260 വോട്ടിലധികം ഭൂരിപക്ഷത്തോടുകൂടി ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കാൻ ഇതിന് ശേഷം നമുക്ക് സാധിച്ചു. പല തെരഞ്ഞെടുപ്പുകളിലും സാധിക്കുന്നു. ജനകീയ അടിത്തറ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. പാർട്ടിയുടെ കേഡർമാർ വർദ്ധിക്കുന്നു, ബ്രാഞ്ചുകൾ വർദ്ധിക്കുന്നു. വിവിധ സംസ്ഥാനങ്ങളിൽ പാർട്ടി രൂപം കൊള്ളുന്നു. കാരണം എന്താണ്? ഈ ഫാസിസത്തിനെതിരെ ചങ്കുറപ്പുള്ള തൻ്റെ ഇടമുള്ള ഒരു പ്രസ്ഥാനം SDP ആണ് എന്ന് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളും ദളിതുകളും പിന്നോക്കക്കാരും ഫാസിസത്തെ എതിർക്കുന്ന സർവരും മനസ്സിലാക്കുന്നു. ഇന്ന് ഇന്ത്യയിൽ ഈ ഫാസിസത്തിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ SDP-ക്കെതിരെ ജനകീയ അടിത്തറയുണ്ട്.